മോശമായിരുന്നൊരു സെല്ലിനെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാതെയാക്കി. ഇതിലൂടെ ക്യാൻസറായി മാറിയേക്കാവുന്ന ഒരു സെല്ലിനെ ആയിരിക്കാം ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിച്ചത്. ഇത് പക്ഷേ എപ്പോഴും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ക്യാൻസർ? മറ്റ് സെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സെല്ലിന് കുറ്റങ്ങളോ കുറവുകളോ ഉള്ളപ്പോൾ അതുതന്നെ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ ക്യാൻസർ എന്ന് പറയും. ഭൂമിയിൽ ജീവനുണ്ടായ സമയത്ത് എല്ലാം സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരുന്നു. എന്നാൽ കാലക്രമേണ ഇവ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസായി മാറി. അങ്ങനെയാണ് നമ്മളുണ്ടാകുന്നത്. നമ്മൾ ജീവിക്കാൻ കാരണം സെല്ലുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരു സെൽ മാറി നിന്നാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നത്. സെല്ലുകൾ എപ്പോഴും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്നാൽ ക്യാൻസർ സെല്ലുകൾ ഇല്ലാതാവുന്നില്ല, അത് അതിനെ തന്നെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയെ നമ്മുടെ ശരീരത്തിനുള്ളിലെ മറ്റൊരു ജീവജാലമായി കണക്കാക്കാം. ഈ ജീവജാലം ഉള്ള ഭാഗത്ത് ശരീരത്തിന് ആവശ്യമായ വസ്തുക്കളെ ഇത് കൈക്കലാക്കുന്നു. സത്യം പറഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾക്ക് ഒന്നും തന്നെ ആവശ്യമില്ല. അവർക്ക് നിങ്ങളെ ഇല്ലാതാക്കണമെന്നില്ല. അവരോട് പറഞ്ഞത് അവർ ചെയ്യുന്നു. എന്നാൽ അവരോട് പറഞ്ഞത് മോശം കാര്യമാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ആരാണ് അവരെ മോശമാക്കിയത്? നമ്മുടെ സെല്ലുകൾക്കുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA-യും. ഈ DNA-ക്കകത്ത് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഒരു പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കണം, എപ്പോൾ ഉണ്ടാക്കണം, ഇതാണ് ആ ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് റൈബോസോമിലെത്തുകയും റൈബോസോം പ്രോട്ടീനെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊരു കറക്റ്റായ പ്രോട്ടീനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ തെറ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല. തെറ്റുകൾ ഉണ്ടാകുന്ന പോലെ തന്നെ അതിനെ ശരിയാക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കോപ്പി ചെയ്യപ്പെടുമ്പോൾ കാലക്രമേണ ഈ തെറ്റുകൾ ആ സെല്ലുകളുടെ ഭാഗമായി തീരുന്നു. ഭൂരിഭാഗം സമയവും നിർഭാഗ്യമാണ് ഈ തെറ്റുകളെ ക്യാൻസറാക്കി മാറ്റുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ തെറ്റുകൾ 3 തരത്തിലുണ്ടായേക്കാം. നമ്മുടെ സെല്ലുകളിൽ TSG അഥവാ ട്യൂമർ സപ്രസർ ജീൻസ് ഉണ്ട്. TSG എപ്പോഴും DNA സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുണ്ടാകുന്ന തെറ്റുകളെ തിരുത്തുകയും ചെയ്യുന്നു. അതേസമയം തന്നെ സെല്ലുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. എന്നാൽ ഈ TSGക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ സെല്ലുകൾക്ക് അതിനെ തന്നെ തിരുത്താനറിയാതാവുകയും ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, നമ്മുടെ ശരീരത്തിൽ ഓങ്കോജീൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് നമ്മൾ വളരുന്ന സമയത്ത് സെല്ലുകളോട് അതിനെ ഒരുപാടായി വർദ്ധിപ്പിക്കാൻ പറയുന്നു. എന്നാൽ വളർച്ചയെത്തുന്ന സമയത്ത് ഇത് സ്വമേധയാ ഓഫാവുന്നു. എന്നാൽ ഈ ഓങ്കോജീൻസിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് തിരിച്ചോണാവുകയും സെല്ലുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും. മൂന്നാമതായി, കേടുപാടുകളുള്ള സെല്ലുകൾ സ്വയമേ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സെല്ലുകൾ സ്വന്തമായി ഇല്ലാതെയാവുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സെല്ലിന് അതിൻ്റെ ജനറ്റിക് കോഡിനെ തിരുത്താൻ പറ്റാതെ ആവുമ്പോഴും അതിനെ സ്വയമായി നശിപ്പിക്കാൻ പറ്റാതെ ആവുമ്പോഴും ക്രമാതീതമായുള്ള അതിൻ്റെ വളർച്ചയെ തടയാൻ പറ്റാതെ ആവുമ്പോഴുമാണ് ഒരു ക്യാൻസർ സെൽ ഉണ്ടാകുന്നത്. അപ്പോൾ മ്യൂട്ടേറ്റഡായ ഈ സെല്ല് മറ്റു സെല്ലുകളെ പോലെ സ്വയമേ ഇല്ലാതെയാവുന്നില്ല. പകരം അത് അതിനെ തന്നെ കോപ്പി ചെയ്ത് എണ്ണത്തെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പിന്നീട് ക്യാൻസറായി മാറുന്നത്. ശരീരത്തിലുണ്ടാകുന്ന DNA-യുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, മദ്യപാനവും പുകവലിയും റേഡിയേഷനും എല്ലാം കാരണം സെല്ലുകൾ ഡാമേജ് ആവാം. ഇത്രയൊക്കെ ആണെങ്കിലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള സെല്ലുകളെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാതെയാക്കുന്നു. അതെങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ സെല്ലുകളെ നശിപ്പിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.